പുരോഗമിക്കുകയാണ്. എം സ്വരാജിനെ നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു CPIM സംസ്ഥാന സെക്രട്ടറി സൈഫ് സൈലാബ്ദീൻ നിലമ്പൂരിൽ നിന്നോടൊപ്പം. സൈഫ്, ഒരു തികഞ്ഞ രാഷ്ട്രീയ പോരാട്ടം തീരുമാനിക്കുന്നു CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അവിടെ അവർ പലതരത്തിലുള്ള സമവാക്യങ്ങളെ പരിഗണിക്കുമെന്ന് കേട്ടിരുന്നു, പലതരത്തിലുള്ള സാധ്യതകളെ, ലോക്കൽ സാധ്യതകളെ പരിഗണിക്കുമെന്ന് വിചാരിക്കുന്നു. അതിനെല്ലാം അപ്പുറം രാഷ്ട്രീയ പോരാട്ടം മതി, പാർട്ടി സ്ഥാനാർത്ഥി മതി എന്ന് CPIM തീരുമാനിക്കുന്നത് ഏതൊക്കെ അനുകൂല ഘടകങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ്? നിലമ്പൂർ മണ്ഡലത്തിൽ UDF-ന് മുന്നിലേക്കും അതുപോലെ തന്നെ PV അൻവറിന് മുന്നിലേക്കും രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി CPIM നിർത്തുകയാണ് എം സ്വരാജിനെ. നിലമ്പൂർ മണ്ഡലത്തിൽ UDF-ന് മുന്നിലേക്കും PV അൻവറിന് മുന്നിലേക്കും CPIM-ന് ഇതിലും മികച്ചൊരു സ്ഥാനാർത്ഥിയെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് നൽകാനില്ല എന്നുള്ളതാണ് നിഷാദ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിഷാദ് നേരത്തെ സൂചിപ്പിച്ച പോലെ വേണമെങ്കിൽ CPIM-ന് പലതരത്തിലുള്ള സമവാക്യങ്ങൾ നോക്കിക്കൊണ്ട്, പലതരത്തിലുള്ള പ്രാധാന്യങ്ങൾ നോക്കിക്കൊണ്ട് CPIM-ന് മറ്റൊരു സ്ഥാനാർത്ഥിയെ വേണമെങ്കിൽ തീരുമാനിക്കാമായിരുന്നു. പക്ഷേ CPIM ഈ നിർണായകമായ പോരാട്ടത്തിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നിർണായകമായ ഒരു സെമി പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മത്സരത്തിലേക്ക് അങ്ങനെയുള്ള ജാതിമതങ്ങളും മറ്റ് സമവാക്യങ്ങളും ഒന്നും തന്നെ വേണ്ട എന്ന് പറച്ചുകൊണ്ട് ആ പ്രഖ്യാപനം തന്നെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് എന്ന പ്രഖ്യാപനമാണ്. എന്തെങ്കിലും തരത്തിലുള്ള പോരാട്ടമല്ല, അത് 100%, 110% രാഷ്ട്രീയ പോരാട്ടമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് CPIM എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നത്. മറ്റെന്തെങ്കിലും പല പേരുകൾ പരിഗണിച്ചിരുന്നു. പക്ഷേ നിലമ്പൂർ മണ്ഡലത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന, നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന CPIM-ന്റെ യുവനിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ എം സ്വരാജ്, ആ എം സ്വരാജിനെയാണ് പാർട്ടി നിയോഗിച്ചിരിക്കുന്നത് നിലമ്പൂർ പിടിച്ചടക്കാൻ. ഇനിയുള്ള 20 ദിവസങ്ങൾ, അതായത് 19-ാം തീയതി തെരഞ്ഞെടുപ്പ്, ഇനിയുള്ള 20 ദിവസങ്ങൾ രാഷ്ട്രീയം പറച്ചിലായിരിക്കും നമ്മളിവിടെ കാണാൻ പോകുന്നത്. മറ്റ് പല വിവാദങ്ങളും ഉയർന്നു വരുമെങ്കിലും തെരഞ്ഞെടുപ്പ് രംഗത്തെ എല്ലാ വിവാദങ്ങളും വാർത്തയാണ്. പക്ഷേ ഇവിടെ രാഷ്ട്രീയം പറയുന്ന കാഴ്ചയായിരിക്കും അടുത്ത 20 ദിവസം നമ്മൾ കാണാൻ പോകുന്നത്. കാരണം PV അൻവർ ഇവിടെ നിലമ്പൂരിലെ വോട്ടർമാരെ, CPIM-ന്റെ അണികളെ മുറിപ്പെടുത്തിക്കൊണ്ടാണ് UDF-ന്റെ ഭാഗമായി LDF വിട്ട് പുറത്തേക്ക് പോയത്. അവിടെ മുറിവേറ്റ കുറെ CPIM-ന്റെ അണികളുണ്ട്. അൻവറിനെ അൻവറാക്കി മാറ്റിയ CPIM-ന്റെ അണികളുണ്ട്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കൂടി പലതരത്തിലുള്ള പല ആൾക്കാർക്കെതിരെ പോരാട്ടം നടത്തുമ്പോൾ അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ഒരു കൂട്ടം അണികളുണ്ട്. അവർ മുറിവേറ്റിരുന്നു. അവർക്ക് മുന്നിലേക്ക് CPIM പറയുകയാണ്, ഇത് പാർട്ടി ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു, നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ തരികയാണ് എം സ്വരാജിനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രഖ്യാപനം CPIM-ന്റെ സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്നത്. അതിനകത്ത് ആ പ്രഖ്യാപനത്തിന് തന്നെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് രാഷ്ട്രീയം പറയാൻ വേണ്ടി, നിലമ്പൂരിൽ ജനതയോട് രാഷ്ട്രീയം പറയാൻ വേണ്ടി CPIM തീരുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ സന്ദേശം കൂടിയാണ് നിഷാദ് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം. ഇതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗം മുറുകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നിലമ്പൂർ ടൗണിലാണ് നമ്മൾ ഉള്ളത്. ഇപ്പോൾ CPIM-ന്റെ അണികൾ, പാർട്ടി പ്രവർത്തകർ എം സ്വരാജിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിലമ്പൂർ ടൗണിലൂടെ പ്രകടനം നടത്തി മുന്നോട്ട് പോവുകയാണ്. എം സ്വരാജ് ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഉള്ളത്. അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ നാളെ രാവിലെയോടുകൂടി മാത്രമേ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ PV അൻവർ ഒരു വലിയ വികാരാവേശത്തോടെ നിലമ്പൂരിലെ ഇടതുപക്ഷത്തെ നയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം ഇറങ്ങിപ്പോവുകയും LDF-നോടും CPIM-നോടും പിണറായി വിജയനോടുമൊക്കെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ആ ഘട്ടത്തിൽ തിരിച്ചുവരവിന് ഒരു നായകത്വം ആവശ്യമുണ്ടായിരുന്നു അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക്, CPM-കാർക്ക്, CPM അണികൾക്ക്, CPM-ന്റെ അനുഭാവികൾക്ക്. അതിന് ചില്ലറ പേരുകളൊന്നും പോരാ, അവിടെ സ്വരാജിനെ പോലെ ഒരു പേര് അനിവാര്യം. അത് സാധ്യമാക്കിയിരിക്കുന്നു CPM. അപ്പോൾ വർദ്ധിതാവേശത്തോടെ വിജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയും വിധത്തിലുള്ള ഒരു ഫ്യൂവലിംഗ് നടത്തിയിരിക്കുന്നു LDF അവിടെ എന്ന് കാണാമോ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ? ഒന്ന് കട്ടായി സൈഫ്, ഞാൻ വരാം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തിരിക്കുന്നു CPIM. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സമവാക്യാലോചനകളിലേക്ക് പോകാതെ, മതജാതി സമവാക്യാലോചനകളിലേക്ക് പോകാതെ ഒരു തുറന്ന രാഷ്ട്രീയ പോരാട്ടത്തിന് തീരുമാനമെടുത്തിരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി.
എം സ്വരാജ് എന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. സെയ്ഫ്, ഞാൻ വീണ്ടും വരുന്നു. ഇടയ്ക്കൊന്ന് സെയ്ഫ് പറഞ്ഞു തുടങ്ങിയപ്പോൾ കട്ടായിരുന്നു. ഞാൻ പറഞ്ഞത് പ്രവർത്തകർക്കും അണികൾക്കും അനുഭാവികൾക്കും കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പേര്, ഏറ്റവും മികച്ച ആത്മവിശ്വാസം, ഏറ്റവും മികച്ച ആവേശം, അത് കൊടുത്തിരിക്കുന്നു LDF നേതൃത്വം എന്ന് നമുക്ക് കാണാമോ? അതെന്തുമാത്രം ഒരു അധിക ഊർജ്ജമായി പ്രവർത്തിക്കാൻ പോകുന്നു ഈ പേര്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സ്വരാജ് തൃപ്പൂണിത്തുറയിൽ തോറ്റതിന് ശേഷം കുറെ കാലം വേണമെങ്കിൽ നിശബ്ദൻ എന്ന് പറയാവുന്ന വിധത്തിൽ അദ്ദേഹം മുഖ്യധാരയ്ക്ക് പുറത്തു നിൽക്കുകയായിരുന്നു. പക്ഷെ നമുക്കറിയാം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ച് പഹൽഗാം അറ്റാക്കും അതിനുശേഷം ഉണ്ടായിരുന്ന യുദ്ധസമാന സാഹചര്യവുമൊക്കെ, ആ ഘട്ടത്തിലെല്ലാം അദ്ദേഹം സ്വീകരിക്കുന്ന ചില നിലപാടുകൾ, അതേ ചൊല്ലി ഉണ്ടായിട്ടുള്ള വലിയ ചർച്ചകൾ, ഇവയെല്ലാം സ്വരാജിനെ വീണ്ടും ഒരിക്കൽ കൂടി ഇടതുപക്ഷ ധാരയിൽ സ്വീകാര്യനും പ്രസക്തനുമാക്കി നിലനിർത്തിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് അദ്ദേഹം നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയാവുന്നത്. ഇവയെല്ലാം എങ്ങനെ പ്രവർത്തിക്കാൻ? ശരി, ഞാൻ പറയാം. ഇപ്പോ എം സ്വരാജ് തിരുവനന്തപുരത്ത് AK സെന്ററിൽ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അറിയാം, പലതവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. CPIM ചിഹ്നത്തിൽ CPIM സ്ഥാനാർത്ഥിയായും ജയിച്ചിട്ടുണ്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന നിലയിലും ജയിച്ചിട്ടുണ്ട്. ഈ രണ്ടനുഭവവും നിലമ്പൂരിനുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ആ അഭിപ്രായം ഉയർത്തുന്നവർ ഇടതുപക്ഷക്കാർ മാത്രമല്ല. ചില കാരണങ്ങളാൽ ഇടതുപക്ഷത്തെ ചില സന്ദർഭങ്ങളിൽ വിമർശിക്കുകയും പരിഭവം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവർ പോലും ഉണ്ട്. പക്ഷെ അവരെല്ലാം കേരളം ഭരിക്കാൻ നല്ലത് ഇടതുപക്ഷമാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരാണ്. അതിന് കാരണം കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഒരു നവകേരളം സൃഷ്ടിക്കുകയാണ്. അതിന്റെ ഗുണഭോക്താക്കളാണ് സാധാരണക്കാരായ ജനങ്ങളല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കേരളത്തിലെ LDF ഗവൺമെന്റിനോട് വലിയ മമതയും പ്രതിപത്തിയുമുണ്ട്. ഇത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. LDF ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറും. ഒപ്പം ഉറച്ച മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്വീകരിക്കുന്ന ഉറച്ച നിലപാട് എല്ലാ മതനിരപേക്ഷവാദികളെയും പ്രതീക്ഷ നൽകുന്ന നിലപാടാണ്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല ഉറച്ച വിശ്വാസം, ആത്മവിശ്വാസം LDF-ന് CPIM-നുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ തുടർഭരണത്തിനുള്ള ഒരു നാന്ദിയായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. എല്ലാം നാട് തന്നെയല്ലേ. നിലമ്പൂർ നമ്മുടെ ജന്മനാടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോരാട്ടം